ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിതേ. നോമ്പ് നോവിപ്പിക്കുന്ന കാലമല്ല, നോവ് അകറ്റുന്ന കാലമാണ്. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകളുമായാണ് ഇന്ന് ലോകമുണരുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ എത്രയോ നോവിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. വലിയ നോമ്പുകൾ പോലും ശമിക്കുന്നതാകണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുകയും പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയച്ചതിലൂടെ മനുഷ്യജീവിതത്തിലെ സകല നൊമ്പരങ്ങളെയും അകറ്റിയ ദൈവസാന്നിധ്യമാണ് ഈ നോമ്പ് നാളുകളിൽ നാം ഏറെ ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും. പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ ആർജിക്കേണ്ടത് മറ്റൊരുവന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന, ആ വേദനകളെ ഉരുക്കിക്കളയുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ ഏക സ്വഭാവത്തെ. നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി സ്വയം യാഗമായി തീർന്ന പുത്രനിൽ വെളിപ്പെട്ട അതേ ദൈവസാന്നിധ്യമാണ് ഇന്ന് നമ്മളിൽ ഓരോരുത്തരിലും നിറയുന്നത്. ഒരു പടി കൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇന്നത്തെ ധ്യാനചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കാം. ഒന്ന്, നിയമത്തിന് അതീതമായ കരുതൽ. കൂടെ നടക്കുന്നവർ ചെയ്യുന്ന തെറ്റുകൾ ഏറ്റുപിടിക്കുവാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടാറില്ല. ലോകത്തിന്റെ നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ട ഒരാളെ ചേർത്ത് നിർത്തുവാൻ ആരും താല്പര്യപ്പെടാറില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ കുറ്റക്കാരനാണെന്ന് തോന്നിയാലും ദൈവസ്നേഹത്തിൽ അവനെയും ചേർത്ത് നിർത്തുവാനാണ് തമ്പുരാൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് പറയുന്നത്. യേശുവും ശിഷ്യരും ഒരു ശബത്ത് നാളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവർക്ക് വിശന്നപ്പോൾ വഴിയരികിൽ നിന്ന് കതിരുകൾ പറിച്ചു തിന്നു തുടങ്ങി. ശബത്ത് നാളിൽ കതിർ പറിക്കുന്നതും അത് കഴിക്കുന്നതും കുറ്റകരമായി കണ്ടിരുന്ന യഹൂദ പ്രമാണിമാർ യേശുവിന് നേരെ തിരിയുകയാണ്. എന്നാൽ തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഉപേക്ഷിച്ചില്ല. അവർ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല, നിങ്ങൾ നിങ്ങളുടെ നിയമപ്രകാരം അവരോട് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്നൊന്നുമല്ല തമ്പുരാൻ പറഞ്ഞത്. ദാവീദും തന്നോട് കൂടെയുള്ളവരും പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചുവല്ലോ എന്ന മറുചോദ്യം ചോദിച്ച് ആ പ്രമാണിമാരുടെ നാവടപ്പിക്കുകയാണ് ചെയ്തത്. നിയമപ്രകാരം ശിഷ്യന്മാർ ശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നിട്ടും തമ്പുരാൻ തൻ്റെ കരുതലിൻ്റെ കരം നീട്ടി അവരെ ചേർത്ത് നിർത്തി. ചെറിയ ചെറിയ കുറ്റങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പേരിൽ എത്ര പേരെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്. നമുക്കിഷ്ടമില്ലാത്ത, നാം പിന്തുടരുന്ന നിയമപ്രകാരം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എത്ര പേരോടാണ് നാം ക്ഷമിക്കാതിരിക്കുന്നത്? എത്ര പേരെയാണ് നാം മുന്നും പിന്നും നോക്കാതെ തള്ളി പറഞ്ഞത്? യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കാനാണ് പോകുന്നതെന്ന് തമ്പുരാന് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ മാറോട് ചാരിക്കിടന്ന യോഹന്നാൻ പോലും അതറിഞ്ഞില്ല. യൂദാസിനെയും യേശു തമ്പുരാൻ അവിടെ കരുതുകയായിരുന്നു. താനല്ലാതെ മറ്റൊരാൾ അവൻ്റെ കുറവുകൾ അറിയാൻ യേശു തമ്പുരാൻ ആഗ്രഹിച്ചു. നിയമങ്ങൾക്കും കുറവുകൾക്കുമൊക്കെ അതീതമായി കരുതുവാനും ചേർത്ത് നിർത്തുവാനും അല്ലാതെ എന്താണ് ഈ വലിയ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ മശിയാ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയാക്കി. പാപിയായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു. നിയമപ്രകാരം മരണത്തിന് വിധിക്കപ്പെട്ട നമ്മെ തൻ്റെ പുത്രനെ നൽകി വീണ്ടെടുത്തു. നിയമങ്ങളൊന്നും നോക്കാതെ മറ്റുള്ളവരെ കരുതുവാനുള്ള ഒരു മനസ്സ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. 2, എതിർപ്പുകൾക്ക് അതീതമായ സ്നേഹം. എതിർപ്പുകളൊക്കെയും ഉയർന്നു വരുമ്പോൾ എങ്ങനെയും അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്, വെമ്പുന്നവരാണ് നാം ഓരോരുത്തരും. തങ്ങൾക്കെതിരായി വരുന്ന ആരോപണങ്ങളെ, കുറ്റപ്പെടുത്തലുകളെ, അവയൊക്കെയും ചെറുക്കുവാനും മറികടക്കുവാനും എന്തൊക്കെ ചെയ്യുവാനും നാം ഒരുക്കമാണ്. ചിലപ്പോഴൊക്കെ എതിർപ്പുകൾ ഉയരുമെന്ന് പേടിച്ച് നിരാലംബരായ, ആരും ആശ്രയമില്ലാത്ത ഒറ്റപ്പെട്ട ആളുകളിൽ നിന്ന് നാം മുഖം തിരിച്ചു മാറി കടന്നുപോയിട്ടുമുണ്ട്. മഹാപുരോഹിതന്റെ മാളികമുറ്റത്ത് നീയും തമ്പുരാന്റെ കൂടെ ഉള്ളവൻ, യേശുവിന്റെ കൂടെ ഉള്ളവൻ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് മരണത്തെ പേടിച്ച്, എതിർപ്പുകളെ ഭയന്ന്
യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ നാം എത്ര തവണ മറ്റുള്ളവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് വേറൊരു പാഠമാണ്. എതിർപ്പുകൾക്ക് അതീതമായി സ്നേഹിക്കുന്ന യേശുവിൻ്റെ ഒരു സ്നേഹപാഠം. മറ്റൊരു ശബ്ബത്തിൽ നടന്ന സംഭവം നമുക്ക് അറിവുള്ളതാണ്. യേശുദമ്പുരാൻ ശബ്ബത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലങ്കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് മോശയിക ന്യായപ്രമാണ പ്രകാരം കുറ്റകരമാണെന്ന് പരീശന്മാർ കരുതിയിരുന്നു. കാരണം അത് അവർ ഒരു ജോലിയായി മാത്രം കണക്കിട്ടു. അങ്ങനെ യേശുവിനെ കുറ്റം ചുമത്തേണ്ടതിന് വരണ്ട കൈയുള്ള മനുഷ്യനെ യേശുദമ്പുരാൻ സൗഖ്യമാക്കുന്നുണ്ടോ എന്ന് പരീശന്മാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പരീശന്മാർ തനിക്കെതിരെ ചിന്തിക്കുന്നത് തമ്പുരാൻ വളരെ കൃത്യമായി അറിയുന്നുണ്ട്. എങ്കിലും വരണ്ട കൈയുള്ളവനെ തള്ളിക്കളയുവാൻ കർത്താവിന് മനസ്സുണ്ടായിരുന്നു. 2 തരം ഭീഷണികളാണ്, എതിർപ്പുകളാണ് യേശുദമ്പുരാൻ നേരിട്ടത്. ഒന്ന്, തൻ്റെ ജീവന് നേരെയുള്ള എതിർപ്പ്. യഹൂദന്മാരുടെ പദ്ധതി യേശുദമ്പുരാന്റെ ഉന്മൂലനമായിരുന്നു. ഇനി ജീവിച്ചിരിക്കാതെ വണ്ണം എന്നേക്കുമായി യേശുവിനെ അവസാനിപ്പിക്കുക. ചില എതിർപ്പുകൾ ജീവൻ നഷ്ടമായേക്കാവുന്ന എതിർപ്പുകളാണ്. 2, തൻ്റെ ശുശ്രൂഷകൾക്ക് നേരെയുള്ള എതിർപ്പ്. പരസ്യ ശുശ്രൂഷയുടെ ആരംഭം തുടങ്ങി യേശുദമ്പുരാൻ ചെയ്ത വീര്യപ്രവർത്തികൾക്ക് ശുശ്രൂഷകർക്ക് അളവില്ല. ഇത് യഹൂദന്മാരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. തങ്ങൾക്ക് വില കുറഞ്ഞുവെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ തുടങ്ങി യേശുവിൻ്റെ ശുശ്രൂഷാതലങ്ങളെ തകർക്കണമെന്ന് അവർ ചിന്തിച്ച് ഉറപ്പിച്ച കാര്യമായിരുന്നു അത്. അതെ പ്രിയമുള്ളവരെ, തൻ്റെ ശുശ്രൂഷയ്ക്കും ജീവനുമെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ അവരുടെ എതിർപ്പുകളെ മറികടന്ന് യേശുദമ്പുരാൻ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി. ഒരുപക്ഷെ ആരും സംസാരിക്കാനില്ലാത്ത, ഇടപെടാനില്ലാത്ത ചിലർക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവനും ശുശ്രൂഷകൾക്കുമൊക്കെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ തനിക്ക് നഷ്ടപ്പെടുന്ന ആരോഗ്യവും സമയവും ധനവും ഒന്നും കണക്കാക്കാതെ അർത്ഥപ്രാണനായ മനുഷ്യനെ താങ്ങിയെടുത്ത് ശുശ്രൂഷ ചെയ്ത നല്ല ശമരിയക്കാരനെ പോലെ നഷ്ടങ്ങളും എതിർപ്പുകളും ഒന്നും നോക്കാതെ കർത്താവിൽ എന്ന പോലെ ചിലത് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ വലിയ നോമ്പിൻ്റെ ധ്യാന നിമിഷങ്ങളിലൂടെ, പ്രാർത്ഥനാ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കണം. നിയമങ്ങൾക്ക് അതീതമായി ചിലരെ ചേർത്ത് നിർത്തുവാൻ, കരുതുവാൻ, എതിർപ്പുകൾക്ക് അതീതമായി ചിലർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ അതിനുവേണ്ടിയിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെ ധ്യാന ചിന്തകളും പ്രാർത്ഥനാ നിമിഷങ്ങളുമൊക്കെ നിയമങ്ങൾക്ക് അതീതമായ ഒരു കരുതൽ വെളിപ്പെടുത്തുന്ന, എതിർപ്പുകൾക്ക് അതീതമായ സ്നേഹത്തെ പകരുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുത്താൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ധന്യരാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.